നമസ്കാരം. എലോൺ മസ്കിന് മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്നുള്ള ന്യൂറോലിങ്കിന് അമേരിക്കയിൽ അനുവാദം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇലോൺ മസ്കിൻ്റെ സ്ഥാപനത്തിന് അമേരിക്കയിൽ മനുഷ്യരിൽ പരീക്ഷണം നടത്താൻ അനുമതി ലഭിച്ചിരിക്കുകയാണ്. US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷനാണ് ന്യൂറോലിങ്സിന് മനുഷ്യരിലെ പരീക്ഷണത്തിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ചിപ്പ് വഴി മനുഷ്യനെ മസ്തിഷ്കവുമായി നേരിട്ട് ബന്ധിപ്പിച്ച് ശരീരം തളർന്നവർക്കും കാഴ്ച നഷ്ടപ്പെട്ടവർക്കൊക്കെ പരിമിതികളെ മറികടക്കാൻ സാധിക്കുമെന്ന് ന്യൂറോലിങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്തായാലും അനുമതി ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മനുഷ്യരിലെ പരീക്ഷണവും ന്യൂറോലിങ്ക് ആരംഭിച്ചേക്കുമെന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഉടൻ തന്നെ മനുഷ്യരിലെ പരീക്ഷണത്തിന് ന്യൂറോലിങ്ക് ആരംഭിച്ചേക്കില്ലെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നേരത്തെ മനുഷ്യ മസ്തിഷ്കത്തിലെ ചിപ്പ് പരീക്ഷണത്തിന് FDA അനുമതി നിഷേധിച്ചു എന്ന വാർത്തകൾ ഏജൻസിയായ റോയിറ്റേഴ്സും കഴിഞ്ഞ മാർച്ചിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊബൈൽ സാങ്കേതികവിദ്യയുടെ കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തിൽ ശരീരം തളർന്നവരെയും കാഴ്ച നഷ്ടമായവരെയൊക്കെ സഹായിക്കാൻ ന്യൂറോലിങ്ക് ചിപ്പുകൾക്ക് സാധിക്കും. ഇത്തരത്തിൽ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ചിപ്പുകളിലേക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ബ്ലൂടൂത്ത് വഴി വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ കുരങ്ങുകൾ നടത്തിയൊരു പരീക്ഷണം വിജയിച്ചിരുന്നു. കുരങ്ങുകളിൽ വിജയിച്ചെങ്കിലും മനുഷ്യരിലേക്ക് പരീക്ഷണം വ്യാപിപ്പിക്കുന്നതിന് സാങ്കേതികമായും ധാർമ്മികമായും നിരവധി വെല്ലുവിളികളുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, സാങ്കേതിക വിദ്യ കൊണ്ട് മനുഷ്യരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടിവെച്ച് മുന്നേറുകയാണ് ന്യൂറോലിങ്ക്. മനുഷ്യരിൽ പരീക്ഷണത്തിനുള്ള അനുമതി ലഭിച്ച വിവരം സംബന്ധിച്ച് ഭാവി പരിപാടികൾ വൈകാതെ അറിയിക്കുമെന്നാണ് മസ്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. 2016 ഇലോൺ മസ്ക് ന്യൂറോലിങ്ക് സ്ഥാപിക്കുന്നത്. വലിയ സ്വപ്നങ്ങളെ ഇപ്പോൾ തന്നെ നടക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന മസ്ക് ശൈലി ന്യൂറോലിങ്കിൻ്റെ കാര്യത്തിലും നടന്നിരുന്നു. മനുഷ്യരിൽ 2020 ആകുമ്പോഴേക്കും ചിപ്പ് പരീക്ഷണം ആരംഭിക്കുമെന്നാണ് മസ്ക് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് 2022 നീട്ടി. പരീക്ഷണങ്ങളുടെ പേരിൽ മറ്റു മൃഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പരാതി ലഭിച്ചു. തുടർന്ന് അന്വേഷണം വന്നതോടെ ചിപ്പ് ഘടിപ്പിക്കൽ വീണ്ടും വളരെയധികം നീട്ടുപോവുകയായിരുന്നു. ന്യൂറോലിങ്കിന് സമാനമായ പരീക്ഷണങ്ങൾ ലോകത്ത് പലയിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തിടെയാണ് ശരീരം തളർന്ന ഒരു യുവാവിന് ചിന്തകളുടെ സഹായത്താൽ ശരീരത്തെ നിയന്ത്രിച്ച് ചലിപ്പിക്കാനാവുമെന്ന് ഗവേഷകർ തെളിയിച്ചത്. ഇത്തരത്തിൽ സ്വയം നടക്കാനാവുമെന്ന് സ്വിസ് ഗവേഷകരാണ് തെളിയിച്ചത്. നെതർലാൻഡുകാരനായ യുവാവിൻ്റെ കാലിലേക്കും പാദങ്ങളിലേക്കും നടക്കാനുള്ള സിഗ്നലുകൾ അയച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അത്ഭുതം എന്ന് പറയുന്ന സംഭവം തന്നെ സാധ്യമാക്കിയത്. അതിനിടെ 8 വർഷം കൊണ്ട് മനുഷ്യൻ അമരത്വം നേടുമെന്ന് പ്രവചിച്ച ഗൂഗിൾ മുൻ എഞ്ചിനീയറും ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വലിയ ചർച്ചയ്ക്ക് ഒരു വഴി തന്നെ തുറക്കുകയും ചെയ്തിരുന്നു. ഈ പ്രവചനം നടത്തിയ റേ കാസ്വെൽ അത്ര നിസ്സാരക്കാരനല്ല. നേരത്തെ നടത്തിയ അദ്ദേഹത്തിൻ്റെ 147 പ്രവചനങ്ങളിൽ 86% കൃത്യമായി സംഭവിക്കുകയും ചെയ്തിരുന്നു. ജെനറ്റിക്സ്, നാനോ സാങ്കേതികവിദ്യ, റോബോട്ടിക് എന്നീ ശാസ്ത്ര മേഖലകളുടെ വളർച്ച ഫലപ്രദമായി നാനോ റോബോട്ടുകളെ കണ്ടെത്തി അതിലൂടെ നടത്താമെന്നാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലായ അഡ്ഗാവിയോനോട് പറഞ്ഞത്. ഇതാണ് ഇന്നിപ്പോൾ റേയുടെ ഈ ഒരു പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2030 ആകുമ്പോഴത്തേക്കും ഈ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അർബുദം പോലുള്ള രോഗങ്ങളെ ഫലപ്രദമായി തടയാനും സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. 2012 റേ കാസ്വെൽ ഗൂഗിൾ എഞ്ചിനീയറായി ചേരുന്നത്. അതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ വന്നിരുന്നു. ഇത് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ട പ്രവചനങ്ങളായിരുന്നു അന്ന് വന്നത്. ഇനി 2000 ആകുമ്പോഴേക്കും ലോകത്തിൽ മികച്ച ചെസ് താരം ഒരു കമ്പ്യൂട്ടർ ആകുമെന്ന് റേ 1997 ഒരു പ്രവചനം നടത്തിയിരുന്നു. ഇത് 1997 ഡീപ് ബ്ലൂ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചതോടെ യാഥാർത്ഥ്യമാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ 2023 ആകുമ്പോഴേക്കും $1000 വില വരുന്ന കമ്പ്യൂട്ടറിന് മനുഷ്യൻ്റെ ബ്രെയിനിനോളം ശേഷിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവുണ്ടാകുമെന്നും റേ 1999 പ്രവചിച്ചിരുന്നു. ഇപ്പോഴതും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മനുഷ്യൻ മരണത്തെ തോൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് നടക്കുമോ എന്നതുകൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. 8 വർഷത്തിനുള്ളിൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തി മറികടക്കും നിർമ്മിത ബുദ്ധി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകൾ മുന്നോട്ട് വരുമെന്നും റേ പറയുന്നുണ്ട്. 2029 തന്നെ മനുഷ്യന് അത് സാധിക്കുമെന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ബുദ്ധിശക്തിയുള്ളവരും സമർത്ഥരുമാകുവാൻ കമ്പ്യൂട്ടറിൽ സഹായിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ വഴിയാണ് നമുക്ക് അത്തരത്തിലൊരു ബുദ്ധി ലഭിക്കുന്നതെന്നാണ് അദ്ദേഹത്തിലൂടെ ചുരുക്കി പറയുന്നതും.
ഇത്തരത്തിൽ മനുഷ്യരിൽ ചിപ്പുകൾ ഘടിപ്പിക്കുന്നതിന് പലരും പേടിയോടെ കാണുമ്പോഴും ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെ നല്ലതാണെന്നാണ് റേയുടെ അഭിപ്രായം. നാനോ ബോട്ടുകൾ മനുഷ്യ ശരീരത്തിലെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിൻ്റെ ആവിഷ്കാര ശബ്ദങ്ങളായും സയൻസ് ഫിക്ഷനുകളിൽ പറയുന്നുണ്ട്. യന്ത്ര സഹായത്തോടെ നമുക്ക് നമ്മുടെ പരിമിതികൾ മറികടക്കാമെന്നും പലതരം ചെറു ഉപകരണങ്ങളും ഇന്ന് വിപണിയിലുണ്ട്. എന്തായാലും മസ്കിൻ്റെ ഈ ഒരു പരീക്ഷണത്തിന് പരോക്ഷമായിട്ടാണെങ്കിലും റേയുടെ ഈ അഭിപ്രായത്തോടെ പിന്തുണയ്ക്കുകയാണ്. ഇത്തരത്തിൽ എന്തായാലും പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നത് നല്ലതാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നമുക്കറിയാം മസ്ക് പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. എന്തായാലും ട്വിറ്ററിൽ നടത്തിയ പരീക്ഷണങ്ങൾ, അതിലെ മോഡിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇപ്പോൾ പറയുന്നത്, പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം മനുഷ്യൻ്റെ തലച്ചോറിൽ ഈ ചിപ്പ് ഘടിപ്പിക്കുന്നതെന്നാണ്. എന്തായാലും മുൻപ് അദ്ദേഹം കുരങ്ങുകളുടെ തലച്ചോറിൽ ഇത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. എന്തായാലും അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ഇതിനെ തുടർന്ന് വരാൻ പോവുക, എന്തൊക്കെ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്തായാലും നമുക്കത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്തായാലും അപ്പോൾ ഇന്ന് മസ്കുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്, ഒരു വിശേഷമാണ് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫോർമേറ്റീവ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.